KSRTC എറണാകുളം ഡിപ്പോയിൽ പ്രതിദിനം 15 മുതൽ 20 സർവീസുകൾ വരെ ഉദ്യോഗസ്ഥർ മുടക്കുന്നുവെന്ന ആരോപണവുമായി CITU രംഗത്ത് വന്നു. ദിവസവും ശരാശരി 30,000 രൂപ വരെ ലഭിക്കുന്ന ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ ഉൾപ്പെടെ മുടക്കുന്നുണ്ടെന്നാണ് ആരോപണം ഉയരുന്ന വിവരങ്ങളുമായി ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. SKN ഗുഡ് മോർണിംഗ്. KSRTCയിലെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് തൊഴിലാളികൾ രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് എറണാകുളത്ത് നിന്നുണ്ടാകുന്നത്. സർവീസ് നടത്താൻ തൊഴിലാളികൾ തയ്യാറാണ്, ബസ്സുകളുണ്ട്, പക്ഷേ കൃത്യമായി സർവീസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ദിവസവും ഉണ്ടാക്കുന്നതെന്നാണ് തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ മന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നത്. 15 മുതൽ 20 സർവീസുകൾ വരെയാണ് എറണാകുളം ഡിപ്പോയിൽ പ്രതിദിനം ഇപ്പോൾ റദ്ദായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ പോലുമുണ്ട്. ആളുകൾ ബുക്ക് ചെയ്ത ശേഷം ഒരു കാരണവശാലും സർവീസുകൾ റദ്ദാക്കരുതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അതുപോലും മറികടന്നാണ് ഉദ്യോഗസ്ഥർ സർവീസുകൾ റദ്ദാക്കുന്നത്. ഇന്റർസ്റ്റേറ്റ് സർവീസുകളും സൂപ്പർഫാസ്റ്റ് സർവീസുകളും ഒക്കെ ഇഷ്ടം പോലെ റദ്ദാക്കുന്നു. ഒന്നിനും ഒരു വ്യവസ്ഥയില്ല എറണാകുളത്ത് എന്നുള്ളതാണ് യൂണിയനുകളുടെ പരാതി. ഇതാണ് മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും അടക്കം പരാതി നൽകിയത്. ജോലി ചെയ്യാൻ തൊഴിലാളികൾ തയ്യാറാണ്, ബസ്സുകൾ വെറുതെ കിടക്കുന്നു, പക്ഷേ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത KSRTCക്ക് ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമുണ്ടാക്കുന്നു എന്ന പരാതിയാണ് ഉയരുന്നത്. കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി KSRTCയുടെ CITU വിഭാഗത്തിൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ ടെലിഫോണിൽ ചെയ്യുന്നു. ഗിരീഷ് കുമാർ, ഗുഡ് മോർണിംഗ്. ഗിരീഷ് കുമാർ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വിമർശനം നിങ്ങൾ ഉയർത്തിയത്? ഈ വിമർശനങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? നമസ്കാരം സാറേ. പറയൂ ഗിരീഷ് കുമാർ. എറണാകുളത്ത് കുറച്ച് നാളുകളായിട്ട് സർവീസുകൾ ജീവനക്കാരുടെ അഭാവം മൂലം ആണ് കുറയ്ക്കുന്നത് എന്നാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന മറുപടി. പക്ഷേ എറണാകുളത്ത് നമുക്ക് ഓടിക്കാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സാറേ, അപ്പൊ നമുക്ക് നിലവില് ആവശ്യത്തിന് ജീവനക്കാര് എറണാകുളത്തുണ്ട്, പക്ഷെ അവരെ കൃത്യമായിട്ട് വിന്യസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. എപ്പോഴെങ്കിലും ഈ കാര്യം മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞങ്ങള് പലതവണ ഇപ്പൊ സോണൽ ഓഫീസറുമായിട്ടും ഒക്കെ ചർച്ച നടത്തി. അപ്പൊ സോണൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യങ്ങളോട് പ്രതികരിച്ചത്. ഉബൈദ് സാർ എന്ന് പറയുന്ന ഒരു സാറാണ് സോണൽ ഓഫീസർക്കാണ് എറണാകുളത്തിന്റെ ചാർജ്. ATO യൂണിറ്റ് ഓഫീസർ ഇല്ലാത്ത ഒരു ഡിപ്പോ ആയിട്ടാണ് ഇപ്പൊ എറണാകുളം നിൽക്കുന്നത്. പകരം സോണൽ ഓഫീസർക്കാണ് ചാർജ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അടക്കം വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും സർവീസുകൾ കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയുന്നില്ല. ഒരു ദിവസം 30,000 രൂപ വരെ കളക്ഷൻ കിട്ടുന്ന പല സർവീസുകളും നടത്താൻ സാധിക്കുന്നില്ല. ക്യാൻസലേഷൻ എന്ന് പറയുന്നത് അതിന്റെ പരിധി വിട്ടു. ഒരു ദിവസം 10ഉം 15ഉം 20 സർവീസുകൾ വരെ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ആണല്ലോ അത്. ഓക്കെ ഗിരീഷ് കുമാർ, എന്തായാലും മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് അന്വേഷിക്കാം ഈ കാര്യത്തിൽ. കാരണം ഇത്രയധികം സർവീസുകൾ ക്യാൻസൽ ചെയ്യുമ്പോൾ അത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ചില്ലറയായിരിക്കില്ല.